ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആൽ ഇംറാൻ 9-ാമത്തെ ആയത്താണ് നമ്മൾ എടുക്കുന്നത്. ഈ 9-ാമത്തെ ആയത്തും 8-ാമത്തെ ആയത്തിൻ്റെ പ്രാർത്ഥനയുടെ ബാക്കിയാണ്. നമ്മളന്ന് സമയം കൂടിയതുകൊണ്ട് അത് വിശദീകരിച്ചിട്ടില്ല എന്നുള്ളൂ. അതിൻ്റെ ബാക്കി, ആ പ്രാർത്ഥനയുടെ ബാക്കി തന്നെയാണ്. എന്താ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക, തീർച്ചയായിട്ടും നീ, ജാമിഉൻ നാസ, ജനങ്ങളെ നീ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടും. ജാമിഉൻ നാസി എന്നല്ല, നീ ജനങ്ങളെ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടും. എപ്പോൾ ഒരുമിച്ച് കൂട്ടും? മരണത്തിൻ്റെ ശേഷം. ലിയൗമിൻ, ഒരു ദിവസത്തിലേക്ക് നീ ഒരുമിച്ച് കൂട്ടും. അതേ ദിവസം മനുഷ്യനെ വിചാരണ ചെയ്യാനും വിചാരണക്കനുസരിച്ച് പ്രതിഫലം നൽകാനും വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ച ദിവസം. ആ ദിവസത്തിനാണ് ഇത് പറയുന്നത് ഖിയാമം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ആ ദിവസത്തിലേക്ക് അല്ലാഹുവേ, തീർച്ചയായിട്ടും നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടും. ലാ റൈബ ഫീ, അതിലെന്തില്ല, യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ലോകം അവസാനിക്കുമെന്ന വിഷയത്തിൽ എന്തില്ല, ഒരു സംശയമില്ല. മാത്രമല്ല, അതൊരു പ്രതിഫല ഹിസാബിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടിയാണ്. ആ വിചാരണകളുടെ അടിസ്ഥാനമായി ചില ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുകയും ചില ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അതിലൊന്നും എന്തില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇന്നല്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹു തആല ലാ യുഖ്ലിഫുൽ മിആദ്, അവൻ എന്ത് ചെയ്യില്ല, അവൻ്റെ വാഗ്ദാനത്തെ ഒരിക്കലും അവൻ എന്ത് ചെയ്യില്ല, അവൻ ലംഘിക്കുകയില്ല. ഇവിടെ ഇപ്പം 2 വാഗ്ദാനമാണ്. എന്താ ഇവിടെ പറയാൻ കാരണം? ഇപ്പം ഈ ആയത്തിൽ ലാസ്റ്റ് അല്ലാഹു തആല പറയാണ്, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു തആല എന്ത് ചെയ്യില്ല, ഒരിക്കലും അവൻ്റെ വാഗ്ദാനത്തെ ലംഘിക്കുകയില്ല. ഇതിവിടെ പറയേണ്ട കാര്യം എന്താ? 2 സംഗതിയാണ്. ഒന്ന്, ലോകം അവസാനിക്കുമെന്നുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ വാഗ്ദാനവും താക്കീതിൽപ്പെട്ടതാണ്. വാഗ്ദാനം മുഅ്മിനീങ്ങൾക്കതൊരു വാഗ്ദാനമാണ്. സത്യനിഷേധികൾക്കതൊരു താക്കീതാണ്. മുഅ്മിനീങ്ങൾക്കുള്ള വാഗ്ദാനം എന്താണ്? നമുക്ക് വിശ്വാസികളായ ആളുകൾക്ക് അങ്ങനെ ലോകം അവസാനിച്ച് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതിനൊക്കെ പ്രതിഫലം കിട്ടുക. അപ്പോൾ ഇതൊരു വാഗ്ദാനമാണ്. അപ്പോൾ ആ വാഗ്ദാനം അല്ലാഹു തആല ലംഘിക്കൂല. രണ്ടാമത് എന്താണ്? വിശ്വാസികളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയണ്ടേ. എന്താണ്? അവർ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവോട് എപ്പോഴും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അത് അവിടെ അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്താ? അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഹിദായത്തിൻ്റെ മാർഗത്തിൽ നല്ല ഉദ്ദേശത്തിൽ ഒരാൾ നീക്കിയാൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അയാളെ ഹിദായത്തിലേക്ക് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. അതാരാ വാഗ്ദാനാണ്? അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അപ്പോൾ ഹിദായത്ത് കിട്ടണം. എൻ്റെ ഹിദായത്ത് എനിക്ക് നഷ്ടപ്പെടരുത്, ഞാൻ മരിക്കണമെന്ന് വിശ്വാസിയാകണം. അല്ല, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലനാന്നല്ലേ. നമ്മൾ ഒരു ലേശം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒന്ന് മുന്നോട്ട് പോയാൽ അള്ളാഹു തആല അതിനേക്കാൾ നമ്മളെ സ്വീകരിക്കുമെന്നാണ്. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അപ്പം നമ്മളെ പ്രാർത്ഥനയെക്കുറിച്ച് ഇതിന് മുമ്പ് പറഞ്ഞു. അപ്പം ആ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാവും? തീർച്ചയായിട്ടും ഉത്തരം ഉണ്ടാവും. അപ്പം നമ്മൾ ഹിദായത്തിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഹിദായത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ ബോധ്യപ്പെടുത്തുവാനാണ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. പിശാചിന്റെ ചരിത്രത്തിൽ തന്നെ കാണാം. ഒരാൾ ഈ കൂട്ടത്തിൽ പിഴക്കാനുണ്ടെന്ന് പറഞ്ഞപ്പം മലക്കുകൾ പിശാചിനോട്, ഒരു ചരിത്രത്തിലും കേട്ടിട്ട്, അതിൻ്റെ യാഥാർത്ഥ കറക്റ്റ് മലക്കുകൾ പിശാചിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പിശാച് എന്ത് ചെയ്തു? നിങ്ങളെല്ലാവരെയും അല്ലാഹു കാക്കട്ടെ എന്ന് എന്ത് ചെയ്തു? മലക്കുകൾക്ക് വേണ്ടി പിശാച് പ്രാർത്ഥിച്ചു. പക്ഷെ സ്വന്തം കാര്യത്തിൻ്റെ ഹിദായത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തില്ല? യാതൊരു നിർഭയവും ഒരു വേചാറും പിശാചിനുണ്ടായില്ല എന്നാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ കാര്യത്തിൽ പേടിയും വേചാറും അള്ളാഹുവിനോട് അത് നിരന്തരം ചോദിക്കുകയാണെങ്കിൽ ഹിദായത്ത് കിട്ടുമെന്ന് തന്നെയാണ് ഹിദായത്ത് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഹിദായത്തിൻ്റെ കാര്യത്തിങ്ങനെ വേചാറായി നിന്നോളി അതുകൊണ്ട് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആകെ ആശയക്കുഴപ്പത്തിലാക്കാനല്ല. അങ്ങനെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നുള്ള ആയത്ത് ഇറങ്ങിയ ശേഷം അല്ലാഹു തആല നമ്മളെ സമാധാനിപ്പിക്കുകയാണ്.
ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു തആല ഒരിക്കലും കരാർ ലംഘിക്കുന്നവനല്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സന്മാർഗം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ സന്മാർഗത്തിൽ തന്നെ നിങ്ങൾ ജീവിപ്പിക്കും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അള്ളാഹു തആല ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ഇനി അടുത്ത ആയത്ത്, ഇന്നല്ലദീന കഫറു, തീർച്ചയായിട്ടും അവിശ്വാസികളായ ആളുകൾ, ലൻ തുഗ്നിയ അൻഹും, അവരെ തൊട്ട് ഉപകരിക്കുകയില്ല, അംവാലുഹും, അവരുടെ മുതലും, വലാ ഔലാദും, അവരുടെ സന്താനങ്ങളും. ഇതിപ്പോൾ എന്താ പറയാൻ കാരണം എന്നറിയാം. അന്ന് അവിശ്വാസികളായ ആളുകൾക്ക് എന്തുണ്ടായിരുന്നു? അവർ പരിശുദ്ധ ഇസ്ലാം പറയുന്ന സമയത്തൊക്കെ അവർ എല്ലാ പ്രതിസന്ധികൾക്കും അവർ ആശ്വാസം കണ്ടിരുന്ന സംഗതിയാണെന്ത്, ഞങ്ങൾക്കൊക്കെ എന്തുണ്ട്, ധാരാളം സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് എന്തുണ്ട്, ഞങ്ങൾക്ക് അത്യാവശ്യം, അന്ന് എല്ലാവർക്കും അത്യാവശ്യം മക്കളുമുണ്ട്, ഞങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തൻ്റെടികളായ മക്കളുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രവാചകൻ നബിതങ്ങളുടെ നബിസല്ലാസം പറഞ്ഞ ഇങ്ങനത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഞങ്ങൾക്ക് സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടൊക്കെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവരിങ്ങനെ പ്രചരിപ്പിച്ചിരുന്നു. അപ്പം അതിന് പകരമായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പം അവർക്കങ്ങനെ ധാരണ ഉണ്ടായിരുന്നു, നമുക്കതിനൊന്നും പ്രശ്നമില്ലല്ലോ, നമുക്ക് എനിക്ക് ഇഷ്ടംപോലെ മക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ. അപ്പം മനുഷ്യൻ്റെ ഒരു ധാരണയാണ് എന്ത്, ഞാനൊരിക്കലും കുടുങ്ങൂല. കാരണം എന്താ, എനിക്ക് നല്ല ആൺകുട്ടികൾ. ചിലർ പറയില്ലേ, എന്ത് ഈ എന്തിനാ പഠിക്കണത്, എനിക്ക് പെൺകുട്ടികളല്ലല്ലോ, മുഴുവൻ ആരാ ആൺകുട്ടികളല്ലേ, എനിക്ക് വീട്ടിലിരുന്നാൽ പോലെ. അതൊക്കെ എന്താണ്, മനുഷ്യൻ്റെ ഒരു പൊതുധാരണയാണ്. അതിനൊന്നും 1% പോലും എന്തില്ല, 1% അതിന് റിയാലിറ്റി ഇല്ല, അല്ലെങ്കിൽ വിലയില്ല എന്നുള്ളതാണ് നമ്മുടെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ പറയും, എന്ത് എനിക്കെന്താ ബേജാറ്. ചില ആളുകൾ പറയും, നമ്മൾ ചില ആളുകളെ പറ്റി നിരീക്ഷിക്കും, എന്ത് അവനക്കെന്താ പേടിക്കാന്, അവനക്ക് ഇഷ്ടം പോലെ മുതൽ ചെയ്യണം അല്ലേ. നമ്മൾ കാണുന്നത് എന്താണ്, അവൻ്റെ സമാധാനവും അവൻ്റെ രക്ഷയും അവൻ്റെ സന്താനങ്ങളിലും അവൻ്റെ മുതലുകളിലും. ഈ ഒരു ധാരണ ശരിക്കും ആർക്കുണ്ടാകാൻ പാടില്ല, വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്താനത്തിനോ സമ്പത്തിനോ ഒരു പ്രസക്തിയില്ല, അള്ളാഹു തആല ഉപകരിപ്പിക്കാൻ വിചാരിച്ചാലല്ലാതെ. അല്ലെങ്കിൽ അതൊക്കെ നേരെ നെഗറ്റീവ് ആകാനാ ചാൻസ് അല്ലേ. മക്കളെ കൊണ്ട് കുടുങ്ങിയ എത്ര ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയില്ല, മക്കളില്ലാത്തോളം എനിക്ക് മക്കളില്ലാത്ത കഴിച്ചില്ല, ഞാനൊക്കെ മക്കളുണ്ടായിട്ട് കുടുങ്ങിക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. സമ്പത്തോണ്ട് ഹലാക്കാവുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിന് അവിശ്വാസികളുടെ ധാരണയാണത്. എന്ത്, ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമില്ല, കാരണം ഞങ്ങൾക്ക് എന്തുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സന്താനങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മക്കളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രവാചകൻ പറയുന്ന ഈ വിഷയത്തിലൊന്നും ഞങ്ങളെ ബാധിക്കൂല എന്ന തോന്നലുണ്ടായിരുന്നു. ആ തോന്നലിനാണ് ഖുർആൻ മറുപടി പറയുന്നത്. അപ്പം ആ തോന്നൽ ശരിക്കും എനിക്കിഷ്ടംപോലെ, എനിക്കെൻ്റെ മക്കളൊക്കെ ആൺകുട്ടികളാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കളൊക്കെ നല്ല പഠിച്ചവരാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ നല്ല ബിസിനസ്സുകാരാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. ഈ തോന്നൽ ഒരു മുഅ്മിനുണ്ടാകാൻ എന്തില്ല, ഒരിക്കലും പാടില്ല. അത് അള്ളാഹുവിനെ കുറിച്ച് ലേശം ബോധമില്ലാത്തവന്റെ ധാരണയായിട്ടാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പൊ അത് ഈമാൻ ഇല്ലാത്ത ആളുകളുടെ ഒരു വർത്താനാണ്. നമുക്ക് മക്കളുണ്ട്, അല്ല മക്കളൊരു എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക, സമ്പത്തിൽ ഡിപ്പെൻഡ് ചെയ്യുക, അതൊക്കെ വിശ്വാസമില്ലാത്ത ആളുകളാണ്. അതൊന്നും അല്ലാഹു തആല ഉപകരിപ്പിക്കാതെ ഒരു നിലക്കും ഉപകരിക്കൂല എന്നാണ് ആര് വിചാരിക്കുക, വിശ്വാസി വിചാരിക്കുക. അതാണ് ഈ ആയത്തിന്റെ മർമ്മം. എന്താണ്, ഇന്നല്ലദീന കഫറു, തീർച്ചയായിട്ടും അവിശ്വാസികളായ ആളുകൾ, ലൻ തുഗ്നിയ അൻഹും, അവരെ തൊട്ട് ഉപകരിക്കുകയില്ല, അംവാലുഹും, അവരുടെ മുതല്, വലാ ഔലാദും, അവരുടെ അവരുടെ സന്താനവും ഉപകരിക്കൂല. ഇവിടെ 2 പ്രയോഗം. ഒന്ന് അംവാലാണ്, മുതലാ പറഞ്ഞ്. കാരണം മനുഷ്യർ പ്രതിസന്ധി കേൾക്കുമ്പോൾ ആദ്യം നോക്കലെന്താ, ഇത് മറികടക്കാനുള്ള സാമ്പത്തിക ഓപ്ഷൻ ഉണ്ടോന്ന്. നമുക്ക് എന്ത് വന്നാലും ആദ്യം നമ്മളെന്താ നോക്കുക, സമ്പത്തുണ്ടോന്ന് നോക്കുക. അതുകൊണ്ടാണ് സമ്പത്തിന് ആദ്യം പറഞ്ഞത്. അതേപോലെ തന്നെ നോക്കുന്ന സംഗതിയാണ് എന്ത്, സന്താനവും. അതുകൊണ്ടാണ് രണ്ടാമത് സന്താനം. ഫസ്റ്റ് ഓപ്ഷൻ മനുഷ്യൻ അധികം എപ്പോഴും കാണുക സമ്പത്ത്. മക്കളില്ലെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, മക്കളില്ലെങ്കിലും കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെയും കുറെ ഉപകാരങ്ങൾ നേടാൻ കഴിയും. കയ്യിൽ പണം ഇല്ലെങ്കിൽ മക്കൾ കുറെ ഉണ്ടായിട്ടൊന്നുമില്ല, ചിലപ്പോൾ വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പൊ ആദ്യം പ്രയോറിറ്റി ചെയ്യുന്നത് തന്നെയാണ്, പണത്തിന് തന്നെയാണ്.
എന്നാൽ സന്താനവും അത്ര മോശമല്ല. അതുകൊണ്ടാണ് ഔലാദുഹു എന്ന് പറയാതെ വലാ ഔലാദുഹു എന്ന് പറയാൻ കാരണം. അംവാലുഹും ഔലാദുഹു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മക്കളും ഉപകരിക്കില്ല, മുതലുപകരിക്കില്ല, സന്താനം ഉപകരിക്കില്ല എന്ന് പറഞ്ഞാൽ മതി. ശംവാലുവും വലാ ഔലാദുഹു എന്നാണ് പറയുന്നത്. വലാ ഔലാദുഹു എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഏകദേശം പ്രയോറിറ്റി അതിനുണ്ട്, സന്താനത്തിനും ഉണ്ട് എന്ന് മനുഷ്യന്റെ ധാരണ അങ്ങനെയാണ്. മനുഷ്യന് ആവശ്യമാണെന്ന് മനസ്സിലാക്കി തരാൻ തന്നെയാണ്. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് ഉപകരിക്കൂല എന്ന് പറഞ്ഞ്. അള്ളാഹുവിൽ നിന്ന് ഉപകരിക്കാന്നാണ്. അള്ളാഹു തആല നമ്മളെ പണിഷ് ചെയ്യാൻ വിചാരിച്ചാല് അതിന് പകരമായിട്ട് സന്താനങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എന്നില്ല, കാര്യമില്ല. സന്താനം സമ്പത്തോണ്ട് തീരെ കാര്യമില്ല എന്നാണോ? കാര്യമുണ്ട്. പക്ഷെ കാര്യം ഉണ്ടാകണമെന്ന് ആര് വിചാരിക്കണം? അള്ളാഹു തആല വിചാരിക്കണം. അള്ളാഹു തആല അതുകൊണ്ട് ഉപകാരം തരാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ മിനല്ലാഹി എന്ന് പറയാൻ തന്നെയാണ്. അള്ളാഹുവിൽ നിന്നുള്ള എന്തെങ്കിലും നടപടി, എന്തെങ്കിലും ആക്ഷൻസ് നമുക്കെതിരെ വരികയാണെങ്കിൽ അത് സമ്പത്ത് കൊണ്ടോ സന്താനം കൊണ്ടോ മറികടക്കാൻ നമുക്ക് കഴിയില്ല. ഒരു അസുഖം വന്നാൽ തന്നെ സമ്പത്തിന് സന്താനത്തിന് എന്താ ചെയ്യാൻ കഴിയുക? എല്ലാവർക്കും മുഖത്ത് നോക്കിയിരുന്ന് വാപ്പ വേദന ഉണ്ടാ, അസുഖം മാറിക്കോട്ടാന്ന് പറയാന്നല്ലാതെ അപ്പുറത്തേക്ക് എന്തെങ്കിലും സഹിക്കാൻ കഴിയുമോ? എൻ്റെ വേദന പകുതി ഏറ്റെടുത്തോ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മുഴുവൻ പണം ചെലവാക്കാൻ ചില ആളുകളില്ലേ, ജീവിക്കാൻ വേണ്ടി എത്രയും ചെലവാക്കാൻ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് ജീവിതം കിട്ടുമോ? ആരോഗ്യം കിട്ടുമോ? ഒരു മനുഷ്യന് ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവൻ എന്ത് കൊടുത്താലും അവൻ്റെ യുവത്വം നിലനിർത്താൻ കഴിയില്ല, അവൻ്റെ ആരോഗ്യം നിലനിർത്താൻ കഴിയില്ല. അതൊന്നുമില്ല, സമ്പത്തിന് അതിനെന്തില്ല, അതിന് സ്കോപ്പില്ല. അപ്പൊ അള്ളാഹുവിൽ നിന്ന് അവനക്ക് എന്തൊക്കെ നടപടികളുണ്ടോ അതിനെ മറികടക്കാൻ അവൻ എന്ത് വിചാരിക്കണ്ട. സമ്പത്ത് കൊണ്ട് സന്താനം കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അവൻ ചിന്തിക്കാൻ പാടില്ല. വൗലായിക്ക, ഇവിടെ അവിശ്വാസികൾ അങ്ങനത്തെ ധാരണക്കാരാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? അവർ ഈ വിശ്വാസത്തിൽ മരണപ്പെട്ടുകൊണ്ട് പരലോകത്ത് അവർക്ക് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവും. ആ നടപടിയാണ് അവർ അവസാനം ചെന്ന് പതിക്കുക. എവിടെ? നരകത്തിൽ പതിക്കുക. ആ നരകത്തിൽ പതിക്കുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്നും അവർക്ക് ഒരു നിലക്കും ഇവരെ കൊണ്ടും ചെയ്യില്ല, ഒരു മോചനവും കിട്ടൂല. മാത്രമല്ല അള്ളാഹു തആല നടപടി സ്വീകരിക്കുന്നയും. അതെന്താ പറയുന്നത്? വൗലായിക്ക, ആ കൂട്ടർ, ഈ വക വിശ്വാസത്തിന്റെ ആളുകൾ അല്ലേ, അവർ തന്നെ, യാതൊരു സംശയമില്ല എന്ന് പറയാൻ വേണ്ടി തക്കീതിന് വേണ്ടി പറയണം. അതായത് സമ്പത്ത് കൊണ്ടും സന്താനം കൊണ്ടും ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ആള്, അത് ഞാൻ പറഞ്ഞു, അത് അവിശ്വാസികളുടെ സ്വഭാവമാണ്. ആ സ്വഭാവം ആര് വെച്ച് പുലർത്തുന്നുണ്ടോ അവരൊക്കെ അവിശ്വാസികളുടെ ലൈനാണ്. അതുകൊണ്ട് അവരൊക്കെ അവർ തന്നെ വഖൂദുന്നാർ, അവർ നരകത്തിന്റെ ഇന്ധനങ്ങളാണ്. വഖൂദ്, വഖൂദ് എന്ന വാവ് അത്തഫും കൂത് എന്ന പദമല്ല. വഖൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദമാണ്. അവർ നരകത്തിലെ എന്താണ്? വഖൂദുന്നാർ, അവർ നരകത്തിലെ ഇന്ധനങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, ഇവിടെ എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഇന്ധനം എന്ന പദം കൊടുക്കാൻ കാരണം? ഇവിടെ നരകത്തിലെ വഖൂദുന്നാർ എന്ന, വഖൂദ് എന്ന ശരിക്കും എന്താണ്? വിറകുകൾ നമ്മൾ പറയുക, കത്തിക്കണ സാധനത്തിനാണ് ഏത് പറയാ? വഖൂദ് എന്ന് പറയാ. ശരിക്കും ഇങ്ങനെ പറഞ്ഞാൽ തന്നെ പറയാം, അവർ നരകത്തിൽ ചെന്ന് പതിക്കും, അവർക്കാണ് നരകം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇവിടെ എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അവരാണ് നരകത്തിലെ ഇന്ധനം എന്ന് പറയുന്നത്. നരകം തന്നെ അവരെ കൊണ്ടാണ് എന്ത് ചെയ്യണത്? കത്തിക്കണെന്നാണ്. അപ്പൊ അത് വ്യത്യാസമുണ്ട്. ഒരു സാധനം തീയിലിട്ട് കത്തിക്കുന്നതും ആ തീയിനെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം തമ്മിൽ എന്തുണ്ട്? വളരെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളൊരു അടുപ്പ് കൂട്ടി അതിലൊരു പേപ്പർ ഇട്ട് കത്തിക്കുമ്പോൾ ആ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറകും ഈ പേപ്പറും നോക്കുമ്പോൾ ഈ വിറകിന് എന്തുണ്ട്? ഒന്നും കൂടി അപകടാവസ്ഥ ഉണ്ട്. കാരണം അത് വഖൂദാണ്, അത് ഫ്യൂവലാണ്, അത് ഇന്ധനമാണ്. അപ്പൊ നരകത്തിന്റെ ഇന്ധനമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീയറ സംഗതി എന്താണ്? അതിങ്ങനെ കത്തിക്കാനുള്ള സാധനമാണ് അല്ല ഇന്ധനം എന്ന് പറഞ്ഞാല്. അപ്പൊ അത് ഇങ്ങനെ കത്തിക്കുമ്പോ എന്താണ്? അതിങ്ങനെ ഫുൾ തീ നരകമുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യും? ഇന്ധനം ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? മറ്റേന്താണ്? നരകത്തിലേക്ക് ഇടും എന്ന് പറഞ്ഞാൽ എന്താണ്? തീ അവിടെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? ഇട്ട സാധനം എന്ത് ചെയ്യും? നശിച്ചാണ്ട് കുറച്ച് കഴിഞ്ഞാൽ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വഖൂദാണെങ്കിൽ എന്താണ്? നരകമുള്ളിടത്തോളം കാലം വഖൂദുണ്ട്. നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാകാലം കത്തുന്ന സംഗതിയാണ്. അപ്പൊ ആ നരകത്തിന്റെ ഫ്യൂവലാണ് ആര്? മനുഷ്യൻ എന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം എന്താ? സ്ഥിരമായ നരകവാസിയായിരിക്കും. നരകത്തിന്റെ ഏറ്റവും സ്ഥിരമായ നരകവാസിയായിരിക്കും ആര്?
സ്ഥിരമായ ഉദ്ദേശിക്കുന്ന സ്ഥിരമായ പിന്നെ പിന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് കത്തിക്കാണ്ട് രക്ഷപ്പെടലല്ല, ശാശ്വതമായിട്ട് എന്ത് ചെയ്യും, ആ നരകത്തിൽ പതിക്കും. പിന്നെ അപൂർവം ചില ആളുകൾ, വിശ്വാസികളായ ആളുകൾ അവിടെ ചെന്ന് പതിച്ചാലും അവരെന്ത് ചെയ്യും, അതിന്റെ ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. പക്ഷെ അതും സമയമുണ്ട് എന്നാണ്. അത് വക്കൂതിൽപ്പെടും. വക്കൂതിൽപ്പെടാൻ കാരണം വെച്ചാൽ ഒരു നിസ്കാരം നഷ്ടപ്പെട്ട് മനഃപൂർവ്വം ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തിയതിന് പേരിൽ തന്നെ ചിലപ്പോൾ 80 യുഗം എന്ന് പറഞ്ഞേ. 80 യുഗം എന്ന് പറഞ്ഞാൽ ശരിക്കും 800, ഒരു യുഗം എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. അപ്പൊ 8000-ഓളം വർഷം എന്ത് ചെയ്യണം, ഒരു നിസ്കാരത്തിൽ തന്നെ ഒരു മനുഷ്യൻ മനഃപൂർവ്വം ഒരു മനുഷ്യൻ നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ നരകത്തിൽ കിടക്കണം എന്ന് ചില ഹദീസിൽ കാണാം. അതന്നെ പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ കാൽക്കുലേറ്റ് എങ്ങനെ, ദുനിയാവിലെ 1000 വർഷമാണ് പരലോകത്തെ ഒരു ദിവസം അല്ലെ. നരകാവകാശികൾ മാലിക്കിനോട് സംസാരിക്കുന്ന ഡയലോഗ്സ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഞങ്ങളെന്ന് രക്ഷിക്കണം, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം. ഒരു നരകാവകാശികളുടെ ശിക്ഷ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്, ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ ശിക്ഷ ഒന്ന് കുറച്ചു തരുമെന്നാണ് നരകാവകാശികളുടെ, നരകത്തിൽ കിടക്കുന്ന കാലാകാലം വസിക്കുന്ന നരകവാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദിവസമെങ്കിലും ഞങ്ങളെ അല്ലെ ശിക്ഷ കുറച്ചു തരുമെന്നാണ്. അതിനൊരു മാലികളോട് സംസാരിക്കും, കുറെ നിരന്തരം സംസാരിക്കും. അതിന് മാലിക്ക് മറുപടി കൊടുക്കുന്നത് എപ്പോഴാണ്, 1000 വർഷം കഴിഞ്ഞു. ഒരു ദിവസം റിക്വസ്റ്റ് ചെയ്യണം, ഒരു ദിവസം. ഒരു മനുഷ്യന്റെ ദയനീയം, നമ്മൾ ചെന്ന് പതിക്കുന്ന ആളെ ദയനീയത ആലോചിച്ച് നോക്കി. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. ഒരു ദിവസം ഞങ്ങൾക്കൊന്ന് അദാബിനെ ശിക്ഷയെ കുറച്ചു തരുമെന്ന് അവര് അള്ളാഹുവിനോട് മാലിക്കിനോട് നരകവാസിയ മലക്കിനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കാൻ, അതിനുള്ള റെസ്പോൺസ് ചെയ്യാൻ മാലിക്കിനെടുക്കുന്ന വർഷം എത്രയാണ്, 1000 വർഷം. 1000 വർഷം കഴിഞ്ഞിട്ട് മാലിക്കിന് എന്ത് ചെയ്യുള്ളൂ, അതിന് മറുപടി കൊടുക്കും. എന്നിട്ട് എന്താ മറുപടി കൊടുക്കുന്നത്, ഇന്നക്കും മാക്കിസൂൻ, നിങ്ങൾ കാലാകാലം അവിടെ തന്നെ കിടന്നാൽ മതി. ആലോചിക്കട്ടെ എന്നാ പറയുന്നത്, അല്ല നിങ്ങൾ കാലാകാലം അവിടെ കിടന്നോളൂ. 1000 കൊല്ലം കഴിഞ്ഞിട്ടുള്ള മറുപടിയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും സഹോദരന്മാരെ. അപ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ തന്നെ നരകത്തിൽ പോയാലും അയാളും വക്കൂദ് തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ വക്കൂദ് എന്നുള്ള പദം എന്താണ്, അതിന്റെ ആ അപകടാവസ്ഥയുടെ ഡേഞ്ചർ ഭയങ്കര സീരിയസ് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അല്ലെങ്കിൽ ഫ്യൂവൽ എന്നവിടെ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ നരകത്തിൽ പതിക്കുമെന്ന് പറഞ്ഞാൽ നരകം തന്നെ കത്തിക്കപ്പെടുന്നത് ഇവരെ കൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ റൂട്ട് മാറും. വൗലായിക്കഹും വഖൂദുന്നാർ. അപ്പൊ സമ്പത്തിലേക്കും സന്താനത്തിലേക്കും ദുന്യാവിലേക്കും നമ്മളെ ജോലിയിലേക്കും നമ്മളെ പ്രവർത്തനത്തിലേക്കും നമ്മളിലേക്കും ആത്മവിശ്വാസം കൊള്ളുക എന്നുള്ളത് എന്താണ്, വിശ്വാസിയുടെ ഒരിക്കലും നല്ല സ്വഭാവമല്ല. കാരണം എന്താണ്, അതൊക്കെ അവിശ്വാസികളുടെ ലൈനാണ്. അമ്മക്ക് എല്ലാ സംഗതിക്കും സർവശക്തനാരുവാണോ, അള്ളാഹു തആല വേണം. ഒരു സെക്കൻഡ് പോലും അള്ളാഹുവെ എന്നെ നീ കൈവടിയില്ല എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രാർത്ഥിച്ചത്. പിന്നെ അതിനപ്പുറം നമ്മൾ നബിതങ്ങളെക്കാൾ വലിയ പഠിപ്പോടെ ലോകത്തിലില്ല. റസൂലുള്ളാഹി വരെ അള്ളാഹുവോട് പറയണം, എന്താ ഒരു കണ്ണടക്കുന്ന സമയം പോലും തൊറഫത്ത് ആയിന സെക്കൻഡിനേക്കാൾ മൈക്രോ സെക്കൻഡിലേക്ക് വരും കണ്ണടക്കുന്ന സമയം. ഒരു അത്രയും കുറഞ്ഞ സമയം പോലും അള്ളാഹുവെ എന്നെ നീ കൈവടിയില്ല എന്നാണ് ആരുടെ പ്രാർത്ഥന, റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇനി അള്ളാഹു തആല പറയുന്നത് ഈ വക കാര്യങ്ങളൊക്കെ എന്താണ്, ഇത് ഇപ്പോൾ ഉണ്ടായ സംഗതിയല്ല. ഇതേപോലെ അള്ളാഹു തആല നടപടി സ്വീകരിക്കുകയും പണിഷ് ചെയ്യുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് നബിതങ്ങളോട് പറയാണ്, ഇത് ഇവരുടെ ശൈലിയല്ല, റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മക്കക്കാരുടെ എന്തല്ല ശൈലിയല്ല. എവിടെയൊക്കെ ദീൻ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ അതിനെതിരെ നെഗറ്റീവായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഹക്ക് സത്യത്തിന്റെ മാർഗം എവിടെ വന്നിട്ടുണ്ടോ ആ സത്യത്തിനെതിരെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ലോകത്തെ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ സത്യം എവിടെ വന്നോ സത്യത്തിനെതിരെ ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞ ആളുകളെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ എന്താണ്, പിന്നെ നബിതങ്ങളുടെ തുടക്കത്തിൽ കുറെ ആളുകൾ ഇസ്ലാമിനെ എതിർത്തപ്പോ അതൊന്നും എന്തല്ല, നിങ്ങൾ പ്രശ്നമാക്കണ്ട എന്ന നിലയ്ക്ക് ഇതൊക്കെ ഏതുപോലെയാണ്. ഇതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ മുൻകാല സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലേക്ക്
അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യാണ് പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് അടുത്ത ആയത്. കദഅബി ആലി ഫിർഔന, ഇത് ഫിർഔന്റെ ആളുകളുടെ പതിവ് പോലെ തന്നെയാണ്. ഇവരുടെ പ്രവർത്തനം ഏതുപോലെയാണ്? ഫിർഔന്റെ ആളുകളുടെ പതിവ് പോലെയാണ്. വല്ലദീന മിൻ ഖബ്ലി, ഫിർഔനെ പറയാൻ കാരണം എന്താ? ഫിർഔൻ എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവും. മുശ്രിക്കുകൾക്കും അറിയാം ഫിർഔന്റെ ആളുകൾ. കാരണം എന്താണ്? അവരും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഈജിപ്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് അവർക്ക് നന്നായി അറിയാം. അപ്പൊ കദഅബി ആലി ഫിർഔന, ഇതൊക്കെ ഫിർഔന്റെ ആളുകളുടെ പതിവ് പോലെയാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, വല്ലദീന മിൻ ഖബ്ലിഹും, അവർക്ക് മുമ്പുള്ള ആളുകളുടെയും പതിവ് പോലെയാണ്. അവരൊക്കെ എന്ത് ചെയ്തിരുന്നു? അവരൊക്കെ എന്താണ്? അള്ളാഹുവിനെതിരെ അവർക്കൊക്കെ ഇങ്ങനത്തെ കുറെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് പല രീതിയിലും മറികടക്കാൻ പറ്റുമെന്ന് തോന്നിയിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് എന്ത് ചെയ്തിട്ടില്ല. ഒരു നിലക്കും അവർക്കതിനെതിരെ ഒരു സമാധാന നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതേപോലുള്ള പണികളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഫിറൗന്റെ ആളുകളാകട്ടെ വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ഒരു വിഭാഗം ആളുകൾ. അതിന് മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതാർക്കറിയാം? യഹൂദർക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, നസ്രാണികൾക്കറിയാം. ഈ ആയത്തുകൾ ഇറങ്ങാൻ തന്നെ ഏറ്റവും വലിയ കാരണം നസ്രാണികളായ ആളുകൾ, ക്രിസ്ത്യാനികളായ ആളുകൾ റസൂലുള്ളാഹിന്റെ വന്നിട്ട് സംവാദത്തിന് വന്നതാണ് ഈ സൂറത്ത് ഇറങ്ങാൻ തന്നെ മെയിൻ കാരണം. അപ്പൊ അവർക്കറിയാം അതാരൊക്കെയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, അതുപോലെ സമൂദ് അല്ലെ ഗോത്രം, അതുപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഗോത്രം, ഇതൊക്കെ എന്താണ്? ഇവർക്ക് മുമ്പുള്ള സമൂഹമാണ്. അവർക്കൊക്കെ എതിരെ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേ ഒരു സ്വഭാവം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള ആളുകളും അവരെന്ത് ചെയ്യുന്നത്? അവര് കാട്ടിക്കൂട്ടുന്നത്. ഫഅഖദഹുമുല്ലാഹു, അങ്ങനെ എന്ത് ചെയ്തു? അള്ളാഹു തആല അവരെ പിടികൂടി ബിദുനൂബിഹിം, അവരുടെ തിന്മകൾ കൊണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ദുനിയാവിൽ എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. ദുനൂബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആ പദത്തിൽ തന്നെ എന്തുണ്ട്? ദമ്പ് പറഞ്ഞാൽ ശരിക്കും എന്താണ്? പാപം എന്നാണ് അല്ലേ? പാപം ശരിക്കും ദമ്പ് പറഞ്ഞാൽ ശരിക്കും എന്താ അതിന്റെ അർത്ഥം? ശരിക്കും ആ പദത്തിൽ എന്തുണ്ട്? ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. പാപത്തിന് ദമ്പ് എന്ന് പറയാൻ കാരണം, ദമ്പ് ശരിക്കും ദനബ് എന്ന പദത്തിൽ നിന്നാണ് ദമ്പ് ഉണ്ടായതെന്നാണ്. ദനബ് പറഞ്ഞാൽ ശരിക്കും എന്താ? വാല്. അപ്പോ വാലിന്റെ പ്രത്യേകത എന്താ? അതാ ജീവി ഉള്ളിടത്തോളം അതിന്റെ പിന്നിലുണ്ടാകുന്ന സാധനമാണ് ഇത് വാല്. പാപം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അത് ചെയ്താൽ മനുഷ്യനെ തൊടുന്നില്ല, അത് ചെയ്തവനെ തൊട്ട് ഒരിക്കലും എന്തില്ല വേർപെടാതെ അവന്റെ പിന്നിൽ എന്ത് ചെയ്യും? അത് ഒട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ റിയാക്ഷൻ അവനക്ക് എന്തുണ്ടാവും? അവനക്ക് ചിലപ്പോൾ ദുന്യാവിലുണ്ടാവും, ആഖിറത്തിലുണ്ടാവും. അത് അവനിൽ നിന്ന് അതിന്റെ ആ ഒരു പിന്നെ ക്ഷൂമ എന്ന് പറയും, അതിന്റെ ഒരു ബുദ്ധിമുട്ട്, പ്രയാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ലക്ഷണക്കേടിൽ നിന്ന് എന്ത് ചെയ്യില്ല, അവൻ മുക്തനാവൂല എപ്പോഴല്ലാതെ അള്ളാഹുവിൽ നിന്ന് തൗബ ചെയ്താൽ അല്ലാതെ. അപ്പൊ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്? നീ എന്ത് തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? ഉടനെ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അങ്ങനൊക്കെ നിമിതങ്ങൾ പറയാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യും? നമ്മളെ മേൽ എന്ത് ചെയ്യും? അത് ഒട്ടിക്കെടുക്കും. ഏതുപോലെ? ഒരു ജീവിയുടെ പാക്കിൽ വാല് വേറിടാതെ കിടക്കുന്ന പോലെ. വാല് വേറിടൂലല്ലോ. ജീവികളിൽ നിന്ന് വാലുള്ള ജീവികൾക്ക് വാലോടെ ഉണ്ടാവും. അതേ പദാണ് തെറ്റിന് അള്ളാഹു തആല അവിടെ വെച്ചിട്ടുള്ളത്. റബ്ബിന് അങ്ങനെ വെക്കാനുള്ള ഒരു കാരണം അതാണ്. അതെന്താ ഇല്ല, അത് ക്ലിയർ ചെയ്യാൻ ഞാൻ എന്തെയില്ല, നമ്മളിൽ നിന്ന് എന്തെയില്ല, അത് വേർപെടൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നീ എന്ത് തെറ്റ് ചെയ്താലും എന്തിനോ ഉടനെ അത് ക്ലിയർ ചെയ്യണം. മാത്രല്ല മഹാന്മാരൊക്കെ എന്ത് ചെയ്തിരുന്നു? രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ പ്രത്യേകം തോന്നിയിരുന്നു, പഠിച്ചോ ഇന്ന് എന്തെങ്കിലും ഞാൻ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നു ഒക്കെ പുറത്തു തരുന്നുണ്ട് ക്ലിയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക, അവര് കിടന്നുറങ്ങും. ഒന്നും പിറ്റേന്നേക്ക് വാക്കിയേക്കൂല. അല്ലാതെ ഇനി ഇപ്പൊ റമദാൻ വരട്ടെ, തുല്യച്ചല്ല, അന്ന് കുറെ പാവങ്ങൾ കൊടുക്കുമല്ലോ, അറഫാന്റെ അന്ന് തൗബ ചെയ്യാം, ഇങ്ങനെ നീട്ടിക്കുന്ന സംഗതി ആർക്കില്ല. അതൊക്കെ ആ അവസരം കിട്ടുമ്പോൾ അത് മനുഷ്യന്റെ ആത്മീയ വളർച്ചയ്ക്ക് കിട്ടുന്ന വേറെ ഓപ്ഷനാണ്.
അത് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി കിട്ടാനുള്ള ഓപ്ഷനാണ്. ഒരിക്കലും അങ്ങോട്ട് നീക്കി വെക്കാൻ മനുഷ്യന് പാടില്ല എന്നാ. ഞാൻ നാളെ ചെയ്യാം. ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ അടിയാളാണ് തൗബ നീട്ടിയേക്കുക എന്നുള്ളതാണ്. ഹിദായത്ത് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ മഹാന്മാർ ചർച്ച ചെയ്യുന്ന ഒരുപാട് കാരണമുണ്ട്. അതിൽപ്പെട്ട ഒരു മെയിൻ കാരണം ഹിദായത്ത് നഷ്ടപ്പെടാനുള്ള കാരണം തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യുക, തൗബ എന്ത് ചെയ്യുക, നീട്ടിക്കുക, പിന്നെ ചെയ്യാന്നൊക്കെ. ഞാൻ വിശ്വാസിയാണെങ്കിലോ തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ എനിക്ക് ഖേദവും കുറ്റബോധം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി എനിക്ക് തൗബ ഉണ്ടാവും. ആദം നബി അലൈഹി ഇസ്ലാമിനെ തൗബ സ്വീകരിക്കാൻ കാരണം എന്താ? ആദം നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്ത ഉടനെ എന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു. അപ്പം തന്നെ റബ്ബനാ ളലംനാ അൻഫുസനാ എന്ത് ചെയ്തു? ആദം നബി ഇസ്ലാം പഠിച്ചുകൊണ്ടതായിരുന്നു. സംഭവിച്ച ഉടനെ തന്നെ അത് അള്ളാഹു തആല പറഞ്ഞത് വിപരീതമായുള്ള ഞാൻ ചെയ്തത് എന്ന് ആ പ്രവർത്തനം നടന്ന ഉടനെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാം തൗബ ചെയ്തു. ഇബ്ലീസിനെ തൗബ സ്വീകരിക്കാതിരിക്കാൻ കാരണം എന്താ? ഇബ്ലീസ് തൗബയെ കുറിച്ച് അപ്പോൾ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ തെറ്റിന് ദമ്പെന്ന് പറയാൻ കാരണം എന്താ? അത് ഒരിക്കലും നമ്മളിൽ എന്ത് ചെയ്യില്ല, വേർപെടാതെ നിൽക്കും. അത് വേർപെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അത് ഉടനെ ക്ലിയർ ചെയ്താലാണെങ്കിലോ എത്ര ആണെങ്കിലും പ്രശ്നമില്ല. സിദ്ദീഖുള്ളാഹിനൊക്കെ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് 70 പ്രാവശ്യം തെറ്റ് ചെയ്ത് 70 പ്രാവശ്യം നന്മ ചെയ്താലും 70 പ്രാവശ്യം തൗബ ചെയ്താലും അള്ളാഹുവിന്റെ ലിസ്റ്റിൽ ഒന്നുണ്ടാവില്ല. ഒരു ദിവസത്തെ കഥ പറഞ്ഞു. ഒരു ദിവസം 70 തെറ്റ് ചെയ്താലും ഉടനെ 70 തൗബ, ഓരോ തെറ്റിനിടയിലും അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ ചെയ്താലും അയാൾക്ക് 71ാമത്തേത് ലിസ്റ്റിൽ ഒന്നേ ആവുള്ളൂ. അത് തൗബ ചെയ്താൽ അതും പോകുന്നു. അപ്പൊ അള്ളാഹുത്തിന് അത്രയും സ്വീകരിക്കാൻ തരികയാണ്. പക്ഷെ ഈ പദത്തിന് മനസ്സിലാക്കണം, അള്ളാഹുവിലേക്ക് നിങ്ങൾ കുറ്റബോധം നടത്തിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് വേറിടൂല. അതാണ് പറഞ്ഞത്. ദമ്പ് എന്നുള്ള പദത്തിന് ഭയങ്കര ലോജിക്കുണ്ട് പറഞ്ഞ്, അല്ലെങ്കിൽ ഇസ്മ എന്ന് പറഞ്ഞാൽ പോലെ ദമ്പ് ആ പദത്തിന് എന്തുണ്ട്, ചിന്തിക്കാൻ നല്ല ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ വല്ലതീന അള്ളാഹു തആല പിടികൂടി ബിദുനൂബിഹിം, അവരുടെ തിന്മകൾ കൊണ്ട്, അല്ലേ, അവരുടെ തിന്മകൾ കൊണ്ട് അള്ളാഹു തആല എന്ത് ചെയ്തു? അവരെ പിടികൂടി. വല്ലാഹു ഷദീദുൽ ഇഖാബ്, അള്ളാഹു തആല ആരാണ്? ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹു തആല ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം മതി. പക്ഷെ അള്ളാഹു തആല ഷദീദുൽ ഇഖാബ് എന്ന് പറയാൻ കാരണം എന്താണ്? ശിക്ഷകൾ പല രീതിയുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ അതൊക്കെ ഏറ്റവും വലിയ വെറുപ്പുള്ള നടപടികളാണ് അള്ളാഹുവിനെ നിഷേധിക്കുക, പ്രവാചകന്മാരെ നിഷേധിക്കുക എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? അവിടെയൊക്കെ ഷദീദുൽ ഇഖാബ് ഉണ്ടാവും. ചെറിയ ശിക്ഷയുണ്ട്, വലിയ ശിക്ഷയുണ്ട്. പക്ഷെ ചെറിയ ശിക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, താങ്ങാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, കഴിയില്ല. അള്ളാഹു തആല എന്താണ്? ഷദീദുൽ ഇഖാബാണ്. അള്ളാഹു തആല ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു എന്ന ഒരു സങ്കല്പത്തിനപ്പുറം എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, എൻ്റെ തറവാടിത്വം, അല്ലെങ്കിൽ എൻ്റെ അറിവ്, എൻ്റെ കായിക ശക്തി, ഇതുകൊണ്ടൊക്കെ ഞാൻ എന്താവും പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ അതിലേക്കൊരു മനുഷ്യൻ തോന്നുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചത് ഏറ്റവും വലിയ ഡേഞ്ചറായ അവസ്ഥയാണ്. അത് അവിശ്വാസികളുടെ അവസ്ഥയാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത അവസ്ഥയാണ്. അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങളാണെങ്കിലോ അവർ ഒന്നിനും അള്ളാഹു അല്ലാത്ത വേറൊന്നിലേക്കും അവർ ഡിപ്പെൻഡ് ചെയ്യണം. അതാണ് ഈ ആയത്തിന്റെ മൊത്തത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു തആല നല്ല അവസ്ഥയിൽ ജീവിച്ച് നല്ല അവസ്ഥയിൽ മരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പഠിച്ചതും കേട്ടതൊക്കെ അള്ളാഹു തആല സ്വാലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ.